ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 12ാം ഭാഗം, വിരൽ തുമ്പിലെ വിസ്മയം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണശേഷം മനുഷ്യൻ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ന് മാത്രമല്ല, അന്നുമുണ്ടായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്തും മനുഷ്യൻ മരിച്ചതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയോ എന്ന് സംശയം പ്രകടിപ്പിച്ച ധാരാളം ആളുകളുണ്ടായിരുന്നു. അവരുടെ വാദങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ മുഅ്മിനൂൻ 82ാമത്തെ ആയത്ത്, ഖാലൂ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. അവർ പറഞ്ഞു, ഞങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി മാറിയാൽ അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണോ? ഇതായിരുന്നു അവരുടെ ചോദ്യം. സൂറത്ത് ഖാഫിലും ഈ ചോദ്യം അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്. അഇദാ മിത്നാ വകുന്നാ തുറാബൻ, ഞങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞതിന് ശേഷം പിന്നെയും ജീവിപ്പിക്കപ്പെടുമെന്നോ പുനരുജ്ജീവനം നടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ദാലിക റജ്ഉൻ ബഈദ്, അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്, അസാധ്യമായതാണ് എന്നായിരുന്നു അവരുടെ വാദം. ഈ പശ്ചാത്തലത്തിലാണ് നാം സൂറത്തുൽ ഖിയാമയിലെ 3-4 ആയത്തുകൾ വായിക്കേണ്ടത്. ഇത് മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് വാദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ സൂറത്തുൽ ഖിയാമയിലെ 3-4 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്? ബല, എന്നാൽ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നാം അവൻ്റെ വിരൽ തുമ്പുകൾ പോലും കൃത്യമായി പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. ഇതാണ് സൂറത്തുൽ ഖിയാമയിലെ 3-4 ആയത്തുകൾ. മരണാനന്തര ജീവിതം അത് സംഭവിക്കുന്നതാണ്, തീർച്ചയായും സംഭവിക്കാനുള്ളതാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലളിതമായി അവതരിപ്പിക്കുന്നത്. അക്കാലത്ത് മക്കയിൽ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചിരുന്നവരുടെ വാദങ്ങളെ കൈകാര്യം ചെയ്യുകയാണ് അല്ലാഹു. അവർ പറഞ്ഞിരുന്നത് 1000 ആണ്ടുകളായി ലക്ഷോപലക്ഷം മനുഷ്യർ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ജഡങ്ങൾ, അവരുടെയൊക്കെ മൃതശരീരങ്ങൾ ജീർണിച്ച് പൊടിഞ്ഞ് മണ്ണിൽ ലയിച്ചു പോയിരിക്കുന്നു. അവരുടെയൊക്കെ അസ്ഥികൾ പോലും ഇന്ന് തപ്പിയാൽ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അവരുടെ അസ്ഥികളൊക്കെ ഏതേത് ഭൂമിയിലാണ്, ഏതേത് സ്ഥലത്താണ് എന്ന് ആർക്കറിയാം? ഇതെല്ലാം കൂടി വീണ്ടും അതേ രൂപത്തിൽ കൂട്ടിയോജിപ്പിച്ച് മനുഷ്യനെ അതുപോലെ തന്നെ സൃഷ്ടിക്കാൻ പറ്റുമോ? ഈ കൂട്ടത്തിൽ വെന്തു മരിച്ചവരുണ്ട്, ഹിംസ്ര ജന്തുക്കളുടെ വയറ്റിൽ പോയവരുണ്ട്, മറ്റു പല ആളുകളുടെയും ആക്രമണത്തിൽ ഇരയായവരുണ്ട്, കടലിൽ മുങ്ങി മരിച്ച് മത്സ്യങ്ങൾ തിന്നവരുണ്ട്. ഇങ്ങനെ ഭൂമിയിലും കടലിലും കാട്ടിലുമൊക്കെയായി പലയിടത്തും കിടക്കുന്ന ഈ മനുഷ്യരുടെ ശരീരഘടകങ്ങളൊക്കെ അതെല്ലാം ഒരുമിച്ച് കൂട്ടി ഓരോ വ്യക്തിയെയും, അയാള് ലക്ഷക്കണക്കിന് മുമ്പ് വർഷങ്ങൾ ജീവിച്ച ആളായിരിക്കാം, 10,000-കണക്കിന് മുമ്പ് വർഷം ജീവിച്ച ആളായിരിക്കും, അവരെയൊക്കെ അതേപോലെ, അതേ രൂപത്തിൽ, അതേ മുഖഭാവങ്ങളോടെ, അതേ ശരീരപ്രകൃതിയോടുകൂടി പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ?
ഇമ്പോസിബിൾ, അതൊരിക്കലും കഴിയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ ഒരു വാദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിപരവും സുഭദ്രവുമായ ഒരു മറുപടിയാണ് ഈ കൊച്ചു ചോദ്യത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യൻ അവന്റെ എല്ലുകളെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കില്ല എന്നാണോ വിചാരിക്കുന്നത്? ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, എല്ലുകൾ കൂട്ടിയോജിപ്പിക്കുക എന്നതൊക്കെ താരതമ്യേന വളരെ ലളിതവും എളുപ്പവുമുള്ള കാര്യമാണ്. എന്നാൽ നാം നിങ്ങളുടെ ശരീരത്തിലെ അതിസൂക്ഷ്മ ഘടകങ്ങൾ പോലും പുനർനിർമ്മിക്കാൻ കഴിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ കഴിവ് എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിരൽ തുമ്പിലെ രേഖകൾ വരെ അത് മുമ്പ് എങ്ങനെയായിരുന്നോ അതേപടി അതേ രൂപത്തിൽ പുനർനിർമ്മിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഇന്നിപ്പോൾ ഓരോ മനുഷ്യനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഫിംഗർ പ്രിന്റ്, വിരലടയാളം എന്ന് നമ്മൾ പറയുന്ന ഈ ഫിംഗർ പ്രിന്റ്. നമ്മുടെ വിരൽ തുമ്പ് എത്ര ചെറുതാണ്, നമ്മുടെ ഇപ്പോൾ ഈ തള്ളവിരലിൻ്റെ ഈ ഭാഗം ഇത് എത്ര ചെറുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ചെറിയ പ്രതലത്തിൽ അള്ളാഹു ബില്യൺ കണക്കിൽ അടയാളങ്ങൾ വരച്ചു വച്ചിരിക്കുന്നു, അല്ല ട്രില്യൺ കണക്കിൽ. ഒരു വിരൽ തുമ്പ്, ഇപ്പൊ എൻ്റെ ഈ വിരൽ തുമ്പുണ്ടല്ലോ, ഇതുപോലെ വേറെ ഒന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലോകത്ത് 8 ബില്യൺ മനുഷ്യർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 800 കോടി മനുഷ്യർ ഇപ്പോഴുണ്ട്. ഇപ്പോൾ ലോകത്തുള്ള മനുഷ്യർക്ക് ഒരാൾക്കും ഇതുപോലെ ഈ വിരൽ തുമ്പ് പോലെയുള്ള വിരൽ തുമ്പില്ല. ഇനി വരാൻ പോകുന്ന കോടിക്കണക്കിന് മനുഷ്യർക്കും ഇതുപോലെ ഒരു വിരൽ തുമ്പ് ഉണ്ടാവുകയുമില്ല. അപ്പൊ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ വിരൽ തുമ്പ് പോലും പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ എല്ലുകളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാനാവില്ല എന്ന്? എന്നാൽ അവന്റെ വിരൽ തുമ്പ് പോലും കൃത്യമായി അതിൻ്റെ പെർഫെക്ഷനിൽ പൂർണ്ണമായും, അതാണ് തസ്വിയത്ത് എന്ന് പറയുന്നത്, ശരിയായ രൂപത്തിൽ പെർഫെക്ഷനോടുകൂടി സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നുസവ്വിയ എന്ന് പറഞ്ഞത് അവന്റെ വിരൽ തുമ്പ് കൃത്യമായും ക്ലിപ്തമായും പെർഫെക്ഷനോടുകൂടി സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ്റെ വിരൽ തുമ്പ് സൃഷ്ടിക്കപ്പെടുന്നത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെയാണ്. ഗർഭസ്ഥ ശിശുവിന് 3 മാസം പ്രായമാകുന്നതോടുകൂടി വിരലുകൾ രൂപപ്പെടുകയും അവയിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അതവൻ്റെ മരണം വരെ, ഒരു മനുഷ്യൻ 3 മാസം ഗർഭത്തിൽ പ്രായമായിരിക്കെ അതുമുതൽ അവൻ്റെ മരണം വരെ യാതൊരു മാറ്റവുമില്ലാതെ അത് നിലനിൽക്കുകയും ചെയ്യും. 19-ാം നൂറ്റാണ്ടിലാണ് ഓരോ മനുഷ്യൻ്റെയും വിരലടയാളം പൂർണ്ണമായും വ്യത്യസ്തമാണ് എന്ന് കണ്ടുപിടിക്കുന്നതും പ്രഖ്യാപിക്കുന്നതുമൊക്കെ. ഇതിനെ തുടർന്നാണ് 1980-ൽ സർ ഫ്രാൻസിസ് ഗോൾഡ്, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ് പിന്നീട് ആളുകളെ തിരിച്ചറിയാൻ വിരലടയാളം ഒരു മാർഗമായി സ്വീകരിക്കപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് ശസ്ത്രക്രിയയിലൂടെയോ മറ്റോ ഈ വിരലടയാളം നമുക്ക് മാറ്റാൻ കഴിയില്ല. ചില ആളുകളൊക്കെ വോട്ട് ചെയ്ത അടയാളം മുകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ രക്ഷപ്പെട്ട് അങ്ങനെ പുതിയ കള്ളവോട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നപോലെ ഒരു കുറ്റവാളി അയാളുടെ ഈ വിരൽത്തുമ്പ് ശസ്ത്രക്രിയയിലൂടെ മാറ്റി അത് വേറെ ഒരു വിരലടയാളമാക്കി മാറ്റാൻ കഴിയില്ല. ഒരു രോഗം വന്നാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയയിലൂടെയും ഈ വിരലടയാളം മാറ്റാൻ കഴിയില്ല. വിരലിന് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അല്ലെങ്കിൽ ചതവ് പറ്റിയാൽ, തേയ്മാനം സംഭവിച്ചാൽ ശരീരം തന്നെ അത് നേരെയാക്കി മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ പുനഃസൃഷ്ടിക്കുന്നു. ഇഹലോകത്ത് തന്നെ അത് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറ്റാന്വേഷകർ വിരലടയാളത്തെ ഒരു പ്രധാനപ്പെട്ട തെളിവായി എടുക്കുന്നതും അത് ഉപയോഗിക്കുന്നതും.
അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം മനസ്സിലാക്കാൻ ഈ കൈവിരലുകളിലൂടെ സംവിധാനം, കൈവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ ഇപ്പോൾ 5 വിരലുണ്ട്, ഇപ്പുറത്ത് മറ്റേ കൈ ഉയർത്തിപ്പിടിച്ചാൽ 10 വിരലുണ്ട്. ഈ 10 വിരലും വ്യത്യസ്തമാണ്. ഇതിലെ ഓരോ ഈ കൈക്കുള്ളിലുള്ള നേരെയും വളഞ്ഞും കുറുകയും ഒക്കെയുള്ള ഈ വരകൾ ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കൈവെള്ളയിലെയും വിരൽത്തുമ്പിലെയും ഒക്കെ വരകളും കുറികളും വ്യത്യസ്തമാണ് എന്നത് തന്നെ ലോകത്തുള്ള സകല ഡിസൈനർമാർ ചേർന്നാലും എത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചാലും ഇത്ര ചെറിയ സ്ഥലത്ത് വ്യത്യസ്ത രൂപങ്ങളിലായിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ വരയും കുറിയും ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നതുമായ അനേകായിരം കോടി മനുഷ്യരുടെ വിരൽത്തുമ്പിലെ ഈ ഡിസൈൻ അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും സൃഷ്ടിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന. എന്നാൽ അവൻ്റെ വിരൽത്തുമ്പ് പോലും കൃത്യമായി നിർമ്മിക്കാൻ പോന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ എത്ര വിസ്മയമാണ്, എത്ര അത്ഭുതമാണ് നമ്മുടെ ഈ ഒരു ചെറിയ വിരൽത്തുമ്പിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാലോചിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.